ഹലോ, ഇന്ന് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വൺ പാൻ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു പാനിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. അതായത് മൈദ, കൊക്കോ പൗഡർ, പൗഡർഡ് ഷുഗർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എഗ്ഗ്, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, വാം മിൽക്ക് എന്നിവ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും പിന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കളറായിട്ട് വരും. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണല്ലോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇത് എഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലിയർ ആക്കി കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒന്ന് ലിഡിന് ഹോൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. കുക്കായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു ചോക്ലേറ്റ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മെൽറ്റഡ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കി ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടെടുക്കുക. ഗാർണിഷ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് യൂസ് ചെയ്തിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് ഒക്കെ വെച്ചിട്ട് ഇതിനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൺ പാൻ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പാക്ക് പേര് പോലെ തന്നെ ഇതിന് ഒറ്റ പാനിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.